സർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മുൻനിർത്തി നമ്മൾ കൊല്ലം ജില്ലയിൽ ഒരു വിശകലനം നടത്തിയിരുന്നു. ഇന്ന് നമുക്ക് പത്തനംതിട്ട ജില്ലയായാലോ? പത്തനംതിട്ട ജില്ലയിലേക്ക് പോകാം. പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് മലയോര മേഖലയാണ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പമ്പാ നദിയൊക്കെ ഒഴുകുന്ന ജില്ലയാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പന്റെ സാന്നിധ്യമുള്ള ജില്ലയാണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെ പ്രാധാന്യമുള്ള ശബരിമല തീർത്ഥാടന കാലത്ത് പത്തനംതിട്ടയാണ് അവിടെ ഹബ്ബായി മാറുന്നത്. ഈ പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ 2019 ശബരിമല വിഷയവുമായിട്ടാണ് തിളച്ചു മറിഞ്ഞത്. അന്ന് BJP കുറച്ചവിടെ ഒരു വോട്ട് സമ്പാദിക്കുക, അതങ്ങോട്ട് തുടർന്നങ്ങോട്ട് വേണ്ട തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു. പത്തനംതിട്ടക്കാർക്ക് ഒരു വികാരമല്ലേ ശബരിമല എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. അതീ വിട്ടൊരു അയ്യപ്പനെ വിട്ടൊരു കളി അവർക്കില്ല. മലയാളക്കാർ അതിലെന്തായാലും രാഷ്ട്രീയം കലർന്നതുകൊണ്ട്, ഒരു പക്ഷേ LDFന്റെ ഒരു രാഷ്ട്രീയം കലർന്നതുകൊണ്ട് ഇനി മുന്നോട്ടാണെങ്കിൽ അത് നോക്കി ആൾക്കാർ കുത്തത്തോളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണിയാണ് അവിടെ BJPക്ക് വേണ്ടി മത്സരിച്ചത്. ത്രികോണ മത്സരമായിരുന്നില്ല. CPMൽ നിന്ന് തോമസ് ഐസക്ക്, പിന്നെ ആൻഡോ ആൻ്റണിയാണ് കോൺഗ്രസിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥി. ആൻഡോ ആൻ്റണി 3 വട്ടമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ലോക്സഭാ മണ്ഡലത്തിൽ UDFന് ഒരു മുൻതൂക്കമുള്ള മേൽക്കൈയുള്ള പ്രദേശമാണ് പത്തനംതിട്ട ജില്ല. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ UDFന് പൊതുവെ ഒന്ന് ആക്കം കൂടിയിരിക്കുകയാണ്. നിലമ്പൂർ ഫലത്തിന് ശേഷം 2026 അവർക്ക് ആ വർഷം 2026 വർഷം UDFൽ കേന്ദ്രങ്ങളിൽ ഒരു ശുഭ പ്രതീക്ഷ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് പത്തനംതിട്ടയിൽ UDFന് എങ്ങനെയാണ് സാർ ഒരു സാധ്യത വരുന്നത്? വീണ ജോർജ് ഒക്കെ ഇപ്പം തകർന്നിരിക്കുക. ഇപ്പോൾ സിറ്റിങ്ങിൽ UDFന് അവിടെ ഒരു സീറ്റും, 5 സീറ്റാണ്, 5 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. 1 റാന്നി, 2 കോന്നി, 3 ആറന്മുള, 4 അടൂർ, 5 തിരുവല്ല. ഈ 5 ഇടങ്ങളിലും LDF ആണ് നിൽക്കുന്നത്. LDFന്റെ MLA മാരാണുള്ളത്. അപ്പം കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം, വളരെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം ഇത്രയും UDFനുണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 മണ്ഡലങ്ങളും UDFന്റെ പോക്കറ്റിലാക്കാൻ സാധിക്കും. കാരണം ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെമ്പാടും നിൽക്കുന്നത് കൊണ്ട് മലയോര മേഖലയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, വന്യജീവി സംഘർഷം. അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് പത്തനംതിട്ട ജില്ലക്കാർ. അക്കാര്യത്തിനകത്ത് LDFൽ തന്നെ കേരള കോൺഗ്രസ് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിനെതിരെയുള്ള ഒരു വികാരം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട്. ഇപ്പം റാന്നി മണ്ഡലത്തിലേക്ക് തന്നെ പോകാം. ആദ്യം റാന്നി മണ്ഡലം എന്ന് പറയുന്നത് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു, ഒരു കാലത്ത്. പിന്നീട് അത് വന്ന് CPMലേക്ക് മാറി. 2016 തെരഞ്ഞെടുപ്പ് വരെ ഈ CPMലെ രാജു എബ്രഹാം ആയിരുന്നു അവിടെ MLA 5 തവണ എന്ന് പറഞ്ഞാൽ 25 വർഷം. റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് രാജു എബ്രഹാമിനെ അറിയപ്പെടുന്നത്. രാജു എബ്രഹാം ഇപ്പോൾ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. ഈ കഴിഞ്ഞ 2021 ഈ ജോസ് കെ മാണി LDFലേക്ക് പോയില്ലേ, അപ്പോൾ ഈ മണ്ഡലം അവർക്ക് കൊടുത്തു. സീറ്റ് വിഭജനത്തിൽ, കാരണം സെൻട്രൽ ട്രാവൻകൂറിലുള്ള ക്രൈസ്തവരുടെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോസ് കെ മാണിയെ പിണറായി വിജയൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ജോസ് കെ മാണി കേരള കോൺഗ്രസിന് റാന്നി മണ്ഡലം കൊടുത്ത് അവിടെ പ്രമോദ് നാരായണനാണ് മത്സരിച്ചത്. 1500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രമോദ് നാരായണൻ ജയിച്ചത്. ആ 1500 വോട്ടിൽ വളരെ കഷ്ടിയാണ്, ഓർക്കണം. അത് UDF ഒന്ന് ഉത്സാഹിച്ച് നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കി കൊടുത്താൽ തിരിച്ചു പിടിക്കാൻ കഴിയും. ഇനി ജോസ് കെ മാണി UDFലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റാന്നി മണ്ഡലം അനായാസം പിടിച്ചെടുക്കാൻ കഴിയും. റാന്നി മണ്ഡലം അവർക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും വിജയം ഉറപ്പായിരിക്കും. ഇനി രണ്ടാമത് കോന്നി മണ്ഡലത്തിലേക്ക് വരിക. കോന്നി മണ്ഡലം ഇപ്പോൾ ജനീഷ് കുമാറാണ്. ഈ കോന്നി എന്ന് കേട്ട ഉടനെ എനിക്ക് ഓർമ്മ വരുന്നത്, അല്ലെ കോന്നിക്കാർക്കൊക്കെ ഓർമ്മ വരുന്നത് ഈ നമ്മുടെ ഇദ്ദേഹത്തെയാണ്,
അടൂർ പ്രകാശിനെയാണ്. UDF കൺവീനറായിരിക്കുന്നു, ആറ്റിങ്ങൽ MP കൂടിയാണ്. ഇദ്ദേഹമാണ് കോന്നിയെ ഒന്ന് മികച്ചതാക്കി തീർത്തത്. നല്ല കഴിവുള്ള ഒരു നേതാവ്, നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ കോന്നി. കോന്നിയിൽ മെഡിക്കൽ കോളേജൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആനക്കൂട് മാത്രമല്ല ഉള്ളത്, ആന വളർത്തൽ കേന്ദ്രം മാത്രമല്ല ഉള്ളത്, അല്ലാതെയുള്ള ടൂറിസ്റ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ശബരിമലയോടെ ചേർന്ന് നിൽക്കുന്ന പ്രദേശമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് ഈ ജനീഷ് കുമാറിനെ പരാജയപ്പെടുത്തണം, അല്ലെ ജനീഷ് കുമാർ അല്ലെങ്കിൽ CPM ആരായാൽ പോലും പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ കൊണ്ടുവരണം. ഇവർ അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ കൊണ്ടുപോയത് വലിയ അബദ്ധമാണ് കോൺഗ്രസ്സുകാർ ചെയ്തത്. ഒതുക്കാൻ വേണ്ടി കൊണ്ടിട്ടതാണ്. 2019 പിന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും പറഞ്ഞു അവിടെ ചില കാര്യങ്ങളൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. 2024 അടൂർ പ്രകാശ് കൊണ്ട് ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചു പോയി. അടൂർ പ്രകാശിനെ എങ്ങനെയെങ്കിലും ഒന്ന് തോറ്റാൽ മതിയെന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു, തിരിച്ച് കോന്നി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. UDF കൺവീനറാണ്. അദ്ദേഹത്തെ കോന്നിയിൽ നിർത്തിയാൽ കോന്നി തിരിച്ചു പിടിക്കാൻ കഴിയും. 2. 3. ആറന്മുള മണ്ഡലം. ആറന്മുള മണ്ഡലം നമ്മുടെ വിവാദ നായിക നമ്മുടെ വീണ ജോർജാണ് അവിടുത്തെ MLA. 2016 2021 വിജയിച്ചു. അതിനിടയ്ക്ക് 2019 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പോയി മത്സരിക്കുകയും ചെയ്തു. 2021 വീണ ജോർജിന് കിട്ടിയ ഭൂരിപക്ഷം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ അവിടുത്തെ CPM ഇടയിൽ വീണ ജോർജ് അതൃപ്തിയാണ്. വീണ ജോർജിനെ കുറിച്ച് CPM പക്ഷം നിൽക്കുന്നുണ്ട്. രണ്ട് പക്ഷം കണ്ടല്ലോ. ഈ മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ് CPM ഈ പറഞ്ഞോണം കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് പ്രധാന വ്യക്തികൾ പറഞ്ഞത് ഇതിന് വീണ ജോർജിന് ഇതിന് കഴിവില്ല എന്നുള്ള രീതിയിൽ. കണ്ടില്ലേ നമ്മൾ കമന്റ് വായിച്ചിരുന്നു. അതെ, വീണ ജോർജ് ഈ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. പിന്നെ ആരോഗ്യരംഗം ചിറ്റയം ഗോപകുമാർ, അടൂർ MLA ചിറ്റയം ഗോപകുമാർ വരെ പറഞ്ഞിട്ടുള്ളതാണ് ഫോൺ എടുക്കാറില്ലെന്ന്. പിന്നെ ആരോഗ്യരംഗം മുഴുവൻ കുത്തുപാളയെടുത്തു. അങ്ങനെ LDF തന്നെ മൊത്തത്തിലൊരു തലവേദനയായി നിൽക്കുന്ന വീണ ജോർജിനെ നിഷ്പ്രയാസം അവിടെ തോൽപ്പിക്കാൻ സാധിക്കും. സഭയുടെ നോമിനിയൊക്കെ ആയിട്ടാണ് വന്നത്, ശരി തന്നെ. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. ഓർത്തഡോക്സ് സഭയാണ്. ഈ ഓർത്തഡോക്സ് സഭയിലുള്ള കോൺഗ്രസിൽ നിന്ന് അബിൻ വർക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും അച്ചു ഉമ്മനെയോ അവിടെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ അബിൻ വർക്കിയും അച്ചു ഉമ്മനും ഓർത്തഡോക്സ് സമുദായത്തിൽ വരുന്നതാണ്, വിഭാഗത്തിൽ. അച്ചുമ്മൻ നിന്ന് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹപ്രകടനം. നമ്മൾ അച്ചുമ്മൻ എന്ന് പറഞ്ഞ KSU മുതലുള്ള പ്രവർത്തകയാണ്. ഈ പറഞ്ഞോണം നമ്മൾ അച്ചുമ്മനെ വിദേശിയായിട്ടോ പ്രവാസിയായിട്ടോ ഒന്നും കാണണ്ട. അവര് അവരുടെ പ്രസംഗ രീതിയൊക്കെ ഭയങ്കര മികവുറ്റതാണ്. ചാണ്ടി ഉമ്മന്റെ ഒരു തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലേ പ്രചാരണം. അച്ചുമ്മനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹപ്രകടനത്തിലൂടെ അത് വോട്ടാക്കി മാറ്റാനും ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനും കഴിയും. പിന്നെ അടൂർ മണ്ഡലമാണ്. അടൂർ മണ്ഡലം സംവരണ മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ ചിറ്റയം ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അദ്ദേഹം ജയിച്ചത് 2,900 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. കേരളത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് സുഖമായിട്ട് അവിടവും അടൂരും തിരിച്ചു പിടിക്കാവുന്നതാണ്. പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. പിന്നെ ഉള്ളത് തിരുവല്ലയാണ്. തിരുവല്ലയിൽ അല്പം പ്രയാസപ്പെടും. അത്ര നല്ല സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കണം. മർത്തോമാ സഭയുടെ ഒരു കേന്ദ്രമാണ് തിരുവല്ല. മാത്യു ടി തോമസ് ആണ് ജനതാദളിലെ. മാത്യു ടി തോമസ് വളരെ ജനകീയനാണ്. മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തനായ ആരെയെങ്കിലും ഇറക്കിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിൽ UDF ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ തിരുവല്ല മണ്ഡലത്തിൽ 11,421 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആന്റണിക്ക്. പിന്നെ റാന്നിയിൽ 1,285, ആറന്മുളയിൽ 19,000, കോന്നിയിൽ 8,508, അടൂരിൽ 2,900 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ UDF വിചാരിച്ചാൽ ഈ 5-ഇല്ലെങ്കിൽ 4 നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലം ജില്ലയാണ് പറഞ്ഞത്. കൊല്ലം ജില്ലയിൽ UDF ഒരു 6 നമ്മൾ കണക്ക് കൂട്ടുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഒരു 4, 6-4 10 മണ്ഡലമായി. ഇനി നമുക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് അടുത്ത വീഡിയോയിൽ പോകാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.